നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലത്തീൻ കുർബാനയുടെ സമയത്ത് എഫ് മൈനർ കോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ബാക്കപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എഫ് മൈനർ കോഡിൻ്റെ ഫാമിലി കോഡ്സാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കോഡുകളാണ് വരുന്നതെന്ന് നോക്കുക. ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് എഫ് മൈനറാണ്. അടുത്ത കോഡ് എന്ന് പറയുന്നത് ഡി ഷാർപ്പ് മേജർ കോഡ്. പിന്നെ വരുന്ന കോഡ് സി ഷാർപ്പ് മേജർ കോഡ്. ഇപ്പോൾ ഫാമിലി കോഡ്സിൽ വരുന്ന കോഡ് എന്ന് പറയുന്നത് എഫ് മൈനർ, ഡി ഷാർപ്പ് മേജർ, സി ഷാർപ്പ് മേജർ. ഓക്കെ, ഇനി നമുക്ക് റിലേറ്റീവ് കോഡ്സിൽ എന്തൊക്കെ കോഡ്സാണ് വരുന്നത് നോക്കാം. ജി ഷാർപ്പ് മേജർ കോഡ് വരുന്നുണ്ട്. അതുപോലെ എ ഷാർപ്പ് മൈനർ കോഡ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ സി മേജർ കോഡും കൂടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എഫ് മൈനറിൻ്റെ ഫാമിലി കോഡ്സിലും റിലേറ്റീവ് കോഡ്സിലും വരുന്ന കോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഓർഡർ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ആ സമയത്ത് പ്രയർ എങ്ങനെയാണോ പോകുന്നത് അതേപോലെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലീഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.